നാട്ടിൽ നമ്മുടെ ഒരു പ്രദേശത്തെ ചില രാഷ്ട്രീയ വിദ്യാർത്ഥികളെ, രാഷ്ട്രീയം പ്രവർത്തിച്ച വിദ്യാർത്ഥികളെ പോലീസ് പിടിച്ചോണ്ട് പോയി. അപ്പോൾ അവരെ ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ പോലീസിനോട് കാര്യം പറഞ്ഞ് ഇറക്കാനായിട്ട് ഒരു വക്കീൽ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഒരു നാട്ടിൽ നടന്ന കാര്യമാണ്, യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് ഈ പറയുന്നത്, അല്ലാതെ അതിനകത്ത് സങ്കല്പിക്കൊന്നുമില്ല. വക്കീൽ എന്നെ കൂടെ വിളിച്ചോണ്ട് പോയി. നമുക്ക് കുറച്ച് വാചകമൊക്കെ അടിച്ച് SIയും CI ഒക്കെ ഒന്ന് കുപ്പിലാക്കി അവരെ ഇറക്കണം, കേസൊന്നും ഇല്ലാതെ. വിദ്യാർത്ഥികളെ പിടിച്ചോണ്ട് പോയതാണ്. അങ്ങനെ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ സർക്കിൾ ഓഫീസാണ്. അപ്പോൾ SI ഉണ്ട് അവിടെ. SI പറഞ്ഞു CI ഉണ്ണാൻ പോയിരിക്കുകയാണ്, CI വരട്ടെ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിടിച്ചോണ്ട് പോയവർ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഉടുപ്പിടാതെ അവർ നിൽക്കാൻ മാത്രം ഇട്ട് അവർ രണ്ടെണ്ണം ആ സൈഡിൽ ഇരിക്കുകയാണ്. CI ഇങ്ങ് വന്നു. CI വന്നിട്ട് അകത്തോട്ട് എന്നിട്ട് യവന്മാരെ രണ്ടുപേരെയും അകത്ത് വിളിപ്പിച്ചു, ഞങ്ങളെയും വിളിപ്പിച്ചു. വക്കീൽ ജാമ്യം എടുക്കാൻ പോയതാണ്, സ്റ്റേഷൻ ജാമ്യത്തിന് പോയതാണ്. വക്കീൽ അവിടെ ചെല്ലുമ്പോൾ ഞാനും കൂടെ പോയപ്പോൾ ഇതാരാ എന്ന് ചോദിച്ചു. CI വളരെ ഹാർഷ ഭാഷയാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പോൾ ഇന്നാളാന്ന് പറഞ്ഞു. അപ്പോൾ CI കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. നല്ലൊരു 6 അടി പൊക്കവും നല്ല തടിയും പിന്നെ മീശയും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ്. കണ്ടാൽ തന്നെ നമുക്കത് അടുത്ത് പോയി നിൽക്കാനും തോന്നത്തില്ല. ഇടിവെല്ലം കിട്ടിയാലോ. ഇടിവണ്ടി എന്നാണല്ലോ അന്ന് പോലീസിനെ പറയുന്നത്. പിടിച്ചാൽ ഇടിച്ചിരിക്കും. നടയടിയുണ്ട്. വലതുകാലം വെച്ച് സ്റ്റേഷനിൽ കയറി എന്താണ് ഇവിടെ ഐശ്വര്യ പൂജയ്ക്ക് വന്നതാണോ, ഇടതുകാലം വെച്ച് കഴിഞ്ഞാൽ മുടിക്കാൻ വന്നതാണോ, 2 കാലം കൊണ്ട് എടുത്തിയ തവളച്ചാട്ടമാണോ എന്നൊക്കെ ചോദിക്കുന്ന കഥകളൊക്കെ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനെ കുറിച്ച്. വളരെ മോശമായ അഭിപ്രായമൊക്കെ. പക്ഷേ കാലമൊക്കെ മാറി, പോലീസ് ഒരുപാട് മുന്നേറി. അപ്പം ഞാൻ പറഞ്ഞ ഈ CI എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ പഴയ കഥയാണ് വീണ്ടും ഞാൻ പറയണം. CI കുറേ തെറി, പച്ചയ്ക്കുള്ള തെറി. അപ്പം എനിക്കിത് കേട്ടപ്പോൾ അങ്ങോട്ട് വക്കീൽ പറഞ്ഞ് എന്നെ കണ്ടുവിട്ട് മിണ്ടരുത്, CI പറഞ്ഞോട്ട്, അവൻ ജാമ്യം കിട്ടാനുള്ളതല്ലേ. എനിക്കെൻ്റെ രക്തം തിളച്ചു. ഞാൻ CIയോട് ചോദിച്ചു, സാർ എന്താണ് സാർ ഈ പറയുന്നത്? സാർ ഈ പയ്യന്മാരുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ തള്ളയ്ക്കോ തകാത്ത പിള്ളേരെന്നൊക്കെ സാർ പറയുമ്പോൾ ഇത് ഞങ്ങളും കൂടെ കേൾക്കുകയല്ലേ? അതിന് നിങ്ങളെ അല്ലല്ലോ വിളിച്ചത്, അവരെയല്ലേ വിളിച്ചത്? ഞാൻ പറഞ്ഞു, സാർ ഞങ്ങളും കേൾക്കുകയല്ലേ ഇത് തള്ളയ്ക്ക് വിളിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന് ഞങ്ങളെ തള്ളയ്ക്കാണോ സാർ വിളിക്കുന്നത്? ഞങ്ങളെങ്ങനെ ഇത് മനസ്സിലാക്കും? സാർ ആരുടെ തള്ളയ്ക്കാണ് ശരിക്കും വിളിക്കുന്നത് എന്ന് അമ്മയ്ക്കാണ് പറയുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചു. CIക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വിളിച്ചുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞ് കേസൊന്നും ആക്കണ്ട അമ്മ പറഞ്ഞു പോട്ടോ എന്ന് പറഞ്ഞ് അവരെ വിട്ടു. പക്ഷേ ആ പറഞ്ഞ മുഴുവൻ തെറിയും ഞങ്ങളും കേട്ടു. അന്ന് വിചാരിച്ചു ഇതെന്താണ് സംവിധാനം. നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ഇപ്പോഴും കള്ളന്മാരായിട്ടുള്ളവരെയും പിടിച്ചുകൊണ്ട് പോകും, കള്ളന്മാരെന്ന് ആരോപിക്കുന്നവരെയും പിടിച്ചുകൊണ്ട് പോകും, കൊള്ളക്കാരെ പിടിച്ചുണ്ടോ, ക്രിമിനലുകളെ പിടിച്ചുണ്ടോ, മദ്യപാനികളെ പിടിച്ചുണ്ടോ, തല്ലുണ്ടാക്കുന്നവരെ പിടിച്ചുണ്ടോ, വാഹനാപകടത്തിൽ വരുന്നവരെ പിടിച്ചുണ്ടോ, പല തരത്തിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ഒരു നടയടി ഉറപ്പാണ്. ഇപ്പം ജയിലിൽ പോകുമ്പോൾ ഒരു നടയടി ഉണ്ടെന്നാണ് പറയണത്. ജയിലിൽ കയറുമ്പോൾ ഒറ്റ അടി ഉണ്ടെന്നാണ് പറയണേ. നമ്മൾ കയറിയിട്ടില്ല, അതുകൊണ്ട് അറിയത്തുമില്ല. പക്ഷേ പലരും പറയുന്നുണ്ട് നടയടി ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റേഷനിലും നടയടി ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ എല്ലായിടത്തും ഇല്ല കേട്ടോ. ഇപ്പം അങ്ങനെ അല്ല, വ്യാപകമായിട്ടില്ല. ഉരുട്ടുമുറികളുണ്ടായിരുന്നു ഒരു കാലത്തിൽ. ഇപ്പോൾ ഉരുട്ടുമുറിയൊന്നുമില്ല. ഇരുണ്ട മുറികളുണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പോൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തും ജനസൗഹൃദ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. പെറ്റീഷൻ കൊടുക്കാൻ പ്രത്യേക റൂമുണ്ട്. അവർക്ക് അവിടെ ചെന്നാൽ പരാതി കൊടുക്കാൻ ചെല്ലുന്നവർക്ക് ഇരിക്കാൻ കസേരയുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ. വെള്ളം വെച്ചിട്ടുണ്ട്, ചിലയിടത്ത് TV വെച്ചിട്ടുണ്ട്, ചിലയിടത്ത് ക്ലോക്ക് വെച്ചിട്ടുണ്ട് സമയം നോക്കാനൊക്കെ. ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളൊക്കെ. പക്ഷേ ഇത് ഇനി വീണ്ടും ഒരു റൗണ്ട് കൂടി മാറ്റാൻ, അഡ്വാൻസ്ഡാക്കാൻ രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പ്രോജക്റ്റാണിത്. തൊടുന്നതെല്ലാം പൊന്നാക്കി അദ്ദേഹം 3ാമത്തെ പ്രോജക്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. 1ാമത്തെ പ്രോജക്റ്റ് ഓപ്പറേഷൻ തൂഫാൻ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയി, രാജ്യത്തിനാകെ മാതൃകയാകുന്ന രീതിയിൽ മുന്നോട്ട് പോയി. 2ാമത് ഓപ്പറേഷൻ ഗ്രിപ്പ്, ഗുണ്ടകളെ പിടിച്ചകത്തിടുന്ന പരിപാടി. 3ാമതാണ് മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പരിപാടി. ആളുകൾക്ക് പോലീസ് സ്റ്റേഷൻ എൻ്റെതാണെന്ന് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കള്ളന്മാരെല്ലാം കൂടി SIയുടെ തോളിൽ കൈയിട്ട് നാളെ നാട്ടിൽ കലാപം ഉണ്ടാക്കാമെന്നല്ല. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെല്ലുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികളൊക്കെ, അവർക്ക് നിർഭയം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരുടെ ജീവനും സ്വത്തിനും അവരുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ അപകടങ്ങളുണ്ടായാൽ, ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ ധൈര്യമായി പോയി പരാതി പറയാൻ കഴിയണം. അപ്പോൾ സ്വീകരിക്കുന്ന ഭാഷ, എടി പോടി വാടാ എടാ എന്നുള്ള ഭാഷ ഉൾപ്പെടെ
എല്ലാത്തിനും ഒരു വലിയ മാറ്റം വരേണ്ട സമയമായി. ആ തരത്തിൽ എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന സങ്കല്പത്തിൽ വളരെ കൃത്യമായ ഒരു പ്രോജക്റ്റ് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുകയാണ്. അതൊരു വലിയ കർമ്മ പരിപാടിയാണ്. രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ജനമൈത്രി സുരക്ഷാ പദ്ധതി കാലാനുസൃതമായി നവീകരിച്ച് പോലീസ് പരിപാടികളെല്ലാം കൂടി കുറച്ചുകൂടി കൊണ്ടുവന്ന് മൈ പോലീസ് പരിപാടിയാണ്, മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പരിപാടിയാണ് നടപ്പിലാക്കുന്നത്. രമേശ് ചെന്നിത്തല വീണ്ടും കയ്യടി വാങ്ങുകയാണ്. കൃത്യമായി അദ്ദേഹം ഇതിലേക്ക് വരുന്നു. എന്തായാലും വിദ്യാഭ്യാസ നിലവാരം, സാമൂഹ്യ രാഷ്ട്രീയ അവബോധം, പൗരാവകാശ ബോധം, സജീവമായ മാധ്യമ ഇടപെടൽ തുടങ്ങിയ ജനാധിപത്യ മൂല്യങ്ങൾ ഏറെ ശക്തി പ്രാപിച്ച നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലാനും കൊല്ലാനൊന്നും ഒരു വകുപ്പുമില്ല. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കത്ത് കൊടുക്കണം, നോട്ടീസ് കൊടുക്കണം. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ 24 മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കണം. അതിന് പകരം അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കൊണ്ട് കറങ്ങും. 24 മണിക്കൂറിനകത്ത് ഹാജരാക്കിയാൽ മതിയല്ലോ. കറങ്ങി സ്റ്റേഷനിലെത്തുമ്പോൾ സ്റ്റേഷനിലെത്തിയാലാണല്ലോ രേഖപ്പെടുത്തുന്നത്. സ്റ്റേഷനിലെത്തുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എത്തി രേഖപ്പെടുത്തും. അപ്പോൾ എപ്പോഴും അറസ്റ്റ് ചെയ്തെന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് കൃത്രിമങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കാറുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വളരെ കൃത്യമായ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് സേനയാക്കി പോലീസിനെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മാതൃകയാകട്ടെ. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ സൗഹൃദമാണ്. സുരക്ഷിതമായി ജീവിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാനും അല്ലാത്ത കൾപ്രിറ്റുകളായിട്ടുള്ള കുഴപ്പം കാണിക്കുന്നവരെ പിടിച്ച് ശിക്ഷിക്കാനുമുള്ള ഒരു നിലപാട് വരുമ്പോൾ ഭൂരിപക്ഷം വരുന്ന സുരക്ഷമായി ജീവിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുന്ന ഭൂരിപക്ഷത്തിന് ഒരു ബോധം, നമുക്കൊരു ഗവൺമെൻറ് ഉണ്ട്, നമുക്കൊരു പോലീസ് സംവിധാനമുണ്ട്, അത് നമ്മുടെ രക്ഷയ്ക്കുള്ളതാണ്, ശിക്ഷയ്ക്കുള്ളതല്ല. അത് പണം വാങ്ങി മദ്യത്തിനും പണത്തിനും മറ്റൊരുപാട് കാര്യങ്ങൾക്ക് വശം വഴങ്ങി നമ്മളുടെ കേസ് നോക്കാത്തതല്ല എന്ന് നമ്മുടെ കേസും പരിഗണിക്കും എന്നുള്ള ചിന്തയിൽ വരാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുക.